എന്തെങ്കിലും വിശേഷമുണ്ടോ മോളെ? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ വിളിച്ചതാ. ഹരീഷ് എവിടെ? ജോലിക്ക് പോയമ്മേ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. അപ്പൊ മോള് ഒറ്റയ്ക്കാ? അതെ, പക്ഷെ ഇത്രയും നേരം ലത ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അമ്മേ, ഞാൻ വിളിച്ചതേ എനിക്കൊരു ആഗ്രഹം. ആഗ്രഹോ? പറഞ്ഞോ മോളെ. ഈ സമയത്ത് അങ്ങനെ പല ആഗ്രഹങ്ങളും തോന്നും. പറ. എനിക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം. ഉണ്ണിയപ്പോ? ഓ, അമ്മ പെട്ടെന്നുണ്ടാക്കി അവിടെ എത്തിക്കാം. മോള് ഫോൺ വയ്ക്കും. ശരി അമ്മേ. രാജു, ശ്രീമോക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം. ഞാൻ ഉണ്ടാക്കി തരാം. നിനക്കൊന്ന് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? അമ്മേ, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് എനിക്ക് ഓഫീസിൽ ഒത്തിരി തിരക്കുള്ള ദിവസമാണ്. അവൻ ഓഫീസിൽ പോകട്ടെ. നീ പലഹാരം ഉണ്ടാക്ക്, ഞാൻ കൊണ്ടേ കൊടുത്തോളാം. ആകെ കുഴപ്പമായല്ലോടാ. അയാളെ അങ്ങനെ വിടുന്നതേ നമുക്ക് ആപത്താ. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ആ രമ്യയുടെ അമ്മയാ രുക്മിണി. ഇവർക്കിത് എന്തിന്റെ കേടാണാവോ? രുക്മിണി, എന്താ? അംബികെ, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാനേ ഒത്തിരി തിരക്കില്ല രുക്മിണി. ഞാൻ കാര്യം പറഞ്ഞതല്ലേ. അല്ല അംബികെ. രുക്മിണി, സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്. സമയം പോകും തോറും കുട്ടി വളരും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആവും. വേഗം നിങ്ങളുടെ മരുമകൾക്ക് എന്തെങ്കിലും കലക്കി കൊടുക്ക്. കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്ക്. മരുന്ന് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അംബികെ, പക്ഷെ എങ്ങനെ കൊടുക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. കുരുട്ട് ബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഡോക്ടറേറ്റ് കിട്ടിയവളല്ലേ നീ. ഏതെങ്കിലും വഴിയിൽ അവളുടെ വയറ്റിൽ വിഷം എത്തണം. അതിനുള്ള വഴി ആലോചിക്കേ. ഞാൻ എന്റെ ആയുസിലൊരു നോട്ടീസ് പോലും വായിച്ചിട്ടില്ലാത്ത ആളാ. എന്നിട്ടാണ് ഈ കടിച്ചാ പൊട്ടാത്ത രീതിയിലുള്ള പുരാണ പുസ്തകം. ഇതിലും ഭേദം അവക്ക് എന്നെ അങ്ങ് തൂക്കിക്കൊല്ലായിരുന്നു. കൊടുക്കത്ത ശിക്ഷയായി പോയി. അല്ല, നിങ്ങൾക്ക് എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആവണേ? എന്തിനാ ഇങ്ങനെ അസ്വസ്ഥയാവണേന്ന് ഒന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. നിർഭൻ കൃപൻ എന്നൊക്കെ എഴുതി വച്ചിരിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തിനാ ഈ വയസ്സുകാലത്ത് വേണ്ടാത്ത പണിക്കൊക്കെ നടക്കണേ? ഇതൊക്കെ വിശുദ്ധിയുള്ളവരും ജ്ഞാനികളും വായിക്കുന്ന പുസ്തക. നിങ്ങളതിൽ തൊട്ടുപോരുത്. വയ്ക്കടയോടെ ഇങ്ങനൊരു കൊതിച്ചി. ആ രാധമ്മേ, വാ രുക്മിണി. ഇപ്പം വിഷം കലർത്തിയാൽ അത് ഇവളുടെ പെടലിലേക്ക് വയ്ക്കാം. അതോടെ രാജു ഇവളെ അടിച്ചു പുറത്താക്കും. നല്ല ഒന്നാന്തര ഐഡിയ. എന്താ രുക്മിണി ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇതിലെങ്ങനെ ഞാൻ വിഷം കലർത്തും? ഈ 3 പേരുടെ കണ്ണു വെട്ടിച്ചിട്ട് വേണം ചെയ്യാൻ. എങ്ങനെ ചെയ്യും? രുക്മിണി, ഒരെണ്ണം കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയേ. രാധമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിന് അഭിപ്രായം പറയാൻ ഞാനാരാ? ഇത് സൂപ്പർ ആയിരിക്കും. ഇതില് എന്റെ ലക്ഷ്യം നടക്കുമെന്ന് തോന്നുന്നില്ല.
അല്ല രാധമ്മേ, അവൾക്ക് ഈ അമ്മായിയമ്മയുടെ പലഹാരമൊന്നും വേണ്ടേ? അത് രുക്മിണി അവളോട് ചോദിക്കാഞ്ഞിട്ടല്ലേ? അത് ശരിയാ. എന്റെ മകനെ ഞാൻ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു. അതെങ്ങനെയാ? അവനൊന്നും മയപ്പെടണ്ടേ രാധമ്മേ? സ്നേഹത്തില് വിളിച്ചാ മതി രുക്മിണി, അവര് രണ്ടുപേരും വരും. അങ്ങനെ രണ്ടുപേരെയും കൂടി ഞാൻ വരുത്തത്തില്ല. അവനെ ഞാൻ വരുത്തും. അവന് വേറെ കല്യാണവും കഴിപ്പിച്ചു കൊടുക്കും. ആ, എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ നിക്ക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. രുക്മിണി എന്തി ഉണ്ണിയപ്പ തന്നായിക്കട്ടെ, രമ്യക്ക് കൊടുക്കാലോ. അയ്യോ, അതൊന്നും വേണ്ട. എന്താ അമ്മേ? ആ മോനെ, ഞാനേ രാജുവും കൂട്ടരും താമസിക്കുന്ന നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ആ മന്ത്രിയുടെ മോള് ഋതിക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ. എടാ, അവൾക്ക് നിന്നോട് ശ്രീലക്ഷ്മിയോട് ശത്രുതയുണ്ട്. അതെ, അവൾ ആ ഉണ്ണിയപ്പത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? എടാ, ഞാൻ പറയുന്നത് സത്യം. ആ, അവൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ആ, നിന്റെ കുഞ്ഞിനെ രക്ഷിക്കേണ്ടതേ നിന്റെ കടമയാ. അല്ലെങ്കിൽ അവൾ അതിനെ കൊല്ലും. അമ്മ ഫോൺ വെച്ചേ. ഈ പോയിസൺ ഏറ്റു. ഇത് വർക്കൗട്ട് ആവും.